റബ്ബിൻ്റെ ഔദാര്യം കൊണ്ട് ഈ ഓരോ മഹാന്മാരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള അവിടുന്ന് കൊടുത്ത നൂറാനിയത്തുമായിട്ട് ജനങ്ങൾക്ക് ഖൈറുമായിട്ട് വന്ന ആളുകളാണ്. അൽഹംദുലില്ലാ. പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ നമുക്ക് പറ്റിയ അബദ്ധം ഇത്രയും അള്ളാൻ്റെ ഹബീബിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി വന്ന അതുവഴി റബ്ബിലേക്ക് മീം വഴി മീമിൽ ചേരാം എന്നൊരു പാട്ടിലുണ്ട്. അതിൻ്റെ അർത്ഥം ആ ഒന്നാമത്തെ മീം മുഹദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ആണ്, രണ്ടാമത്തെ മീം മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മീം വഴി മീമിൽ ചേർന്ന് അലിഫിലേക്കുള്ള യാത്രയാണ്. അപ്പം മീമിലൂടെ മീമിലെത്തി അലിഫിൽ ചേർന്ന് ഫനാഹ് സംഭവിക്കുക എന്നതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ മീമിനെ കൊണ്ട് നമ്മൾ തേടുന്നത് ദാലാണ്. ദാല് എന്ന് പറഞ്ഞ ദുനിയാവ്. മീമിനെ നമുക്ക് തന്നത് ദാല് തേടാനല്ല, അത് കിട്ടും എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയൊക്കെ റഹ്മത്തിൻ്റെ ഭാഗമായതുകൊണ്ട്, കാരുണ്യമായതുകൊണ്ട് റിഫായി ഷേഖിനെ വെച്ചിട്ട്, മദീൻ ഷേഖിനെ വെച്ചിട്ട്, ഖാജ ഉപ്പാപ്പാനെ വെച്ചിട്ട് ഒക്കെ ദുനിയാവ് ചോദിച്ചാൽ അള്ളാഹു ദുനിയാവ് തരും. പക്ഷെ നമ്മൾ ദുനിയാവ് മാത്രം വാങ്ങി അള്ളാൻ്റെ ഹബീബിലേക്ക്, ആ മീമിലൂടെ അടുത്ത ആ മഹത്തായ മീമിലേക്ക്, കമാലിയത്തിൻ്റെ മീമിലേക്ക് എത്തുന്നതിന് പകരം ദാലിൽ കൂടിപ്പോയി നമ്മൾ. അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈ ദാലിന് ഒരു വിലയുമില്ല. മദീനത്തെ പള്ളിയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നാൽ, അതായത് അവിടെ ഒരു മസ്ജിദുൽ മനാറത്തൈൻ എന്ന് പറയുന്ന, മിനാറത്തൈനല്ല മനാറത്തൈൻ, അവിടെ 2 മല ഉണ്ട്, അതാണ് ആ പേര്. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അതുവഴി അങ്ങോട്ട് വന്നു. അത് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വന്നപ്പോൾ അവിടെ ഒരു ചത്ത ഒരു ആടിനെ കണ്ടു. ചത്ത ആടിനെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബത്തെ, ഈ ആടിൻ്റെ മുതലാളിക്ക് ഈ ചത്ത ആടിനോട് നല്ല ഇഷ്ടം ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, എല്ലാ റസൂലേ ഉണ്ടാവില്ലല്ലോ, ചത്ത ആടല്ലേ, അതിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ലല്ലോ. എന്നാൽ അതേപോലെയാണ് അള്ളാഹ്ക്ക് ദുനിയാവ്. ചത്ത ആടിന് അതിൻ്റെ മുതലാളിക്ക് എത്രമാത്രം താല്പര്യമാണ്, ഒരു താല്പര്യം ഒന്ന് പോയി കിട്ടിയെങ്കിലും ആഗ്രഹിക്കൂലേ, അതേപോലെയാണ് അള്ളാഹ്ക്ക് ദുനിയാവ്. ആ ദാലിന് വേണ്ടിയിട്ടാണ് ഈ മഹത്തായ മീമുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് അബദ്ധം പറ്റിയത്. നമ്മൾ മീമ് വെച്ചിട്ട് ദാല് ചോദിക്കുന്നു, മീമ് വെച്ചിട്ട് അലിഫ ചോദിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എന്തൊരു അബദ്ധമാണ്, നമ്മൾ തിരിച്ചറിയുന്നില്ലല്ലോ. കാലാകാലം മീമ് കൊണ്ട് ദാല് ചോദിച്ചുകൊണ്ടിരിക്കുക. അൽഹംദുലില്ലാ, അള്ളാഹു തആല നമുക്ക് തിരിച്ചറിവ് നൽകട്ടെ. ആ തിരിച്ചറിഞ്ഞിട്ട് ദുനിയാവിൽ ഞാൻ ഈ വരി ഇതിങ്ങനെ പാടിപ്പിച്ച വരികളിങ്ങനെ നോക്കി, എന്ത് രസം എന്നറിയോ? നല്ല രസമുള്ള വരികൾ. ഞാൻ വിശദീകരിക്കൽ അർത്ഥമൊന്നും പറയില്ല. ഇബ്ലീസ് അവരെ ചതിപ്പാനായി ചെന്നാര, ഇപ്പോൾ നീ എന്നെ തുടർന്ന് ചെന്നോ പറഞ്ഞു. അത് അർത്ഥം അപ്പം തന്നെ മനസ്സിലായില്ലേ? ഇബ്ലീസ് അവരെ ചതിക്കാൻ ചെന്നപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ കേക്ക്, ബാക്കി പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ കേട്ടോ, അവിടെ മാറിക്ക്. അതുപോലെ ഇവർ നിർണയം എൻ്റെ കുടിനീർ കുടിച്ചെങ്കിൽ നരകത്തെ തീയും ഹറാമെന്ന് ചെന്നോവർ. എൻ്റെ കുടിനീർ നിങ്ങൾ ആരെങ്കിലും കുടിച്ചാൽ നരകം ഹറാമാണ് എന്ന്, അത് അവരുടെ വഴിയിൽ നടക്കണം. അമ്പിയാക്കന്മാർക്ക് ഔലിയാക്കന്മാർക്ക് എൻ്റെ മജ്ലിസ് ഹാജർ ആവണം തന്നെ മലക്കുകളൊക്കെ എൻ്റെ ആദരത്തിൽ ഉണ്ടെന്ന് ചെന്നവർ. ഖോജ മൊഹീദ്ദീനും താമും കളിക്കുമ്പോൾ കണ്ണിൻ്റെ പിരിയത്തിന് മേലെ ഒളിച്ചോർന്ന്. മുദീശ്വർ റളിയല്ലാഹുവിൻ്റെ ഉമ്മാൻ്റെ സഹോദരിൻ്റെ മകനാണ് ഇവർ. അപ്പോൾ ഇവർ തമ്മിൽ കസിൻ പ്രദേശമാണല്ലോ, അങ്ങനെ ഏട്ടനും അനിയനും ആണല്ലോ ശരിക്കും. മുദീശ്വർ റളിയല്ലാഹുവിൻ്റെ ഉമ്മാൻ്റെ സഹോദരിയുടെ മകനാണ് റിഫായി ഷേഖ്. മുദീശ്വർ റളിയല്ലാഹുവിൻ്റെ ഉമ്മാൻ്റെ സഹോദരിയുടെ പേരക്കുട്ടിയാണ് ഖാജ, അജ്മീറിലെ ഖാജ. ഇവരൊക്കെ ചങ്ങായിമാരായിരുന്നു ചെറുപ്പത്തിൽ, അങ്ങനെ ബന്ധമുണ്ട്. അപ്പോൾ മുദീശ്വർ ഷേഖിയുടെ ചെറുപ്പത്തിൽ കളിക്കുന്ന സമയത്ത് കണ്ണിൻ്റെ പുരികത്തിൻ്റെ ബാക്ക് പോയി ഒളിച്ചു എന്ന്. അത് നമുക്കത് അതിഭാവുകത്വമായിട്ട് തോന്നും. പക്ഷേ ഔലിയാക്കന്മാരുടെ ലോകത്തേക്ക് ഒന്ന് കടന്നാൽ മാഷാ അല്ലാഹ് വല്ലാത്തൊരു ലോകമാണ്. അപ്പോൾ ഏതായാലും അള്ളാഹ് ഇവരൊക്കെ നമുക്ക് തന്നത്, ഞാൻ ആ പറഞ്ഞ ഒറ്റ വാക്ക്, മീം വഴി അഹദിൽ ചേരണം. റസൂലുള്ള വഴി അല്ലെങ്കിൽ മുദീശ്വർ റളിയല്ലാഹു വഴി അഹദിൽ ചേരുക എന്നൊരു വിഷയത്തിൽ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലെങ്കിൽ നമ്മുടെ രോഗം മാറ്റി, കച്ചവടം ശരിയായി, വിസ ശരിയാക്കി, ആരെ കൊണ്ട്? ഗൗസുൽ അള്ളാഹിനെ കൊണ്ട്, ആരെ? റിഫായി ഷെയ്ഖ് അള്ളാഹിനെ കൊണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാർ. നമ്മൾ പൊട്ടന്മാരായതാണ്, കടപ്പൊട്ടന്മാർ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. അതൊക്കെ നടക്കാതിരിക്കുക, എന്ത് വേണേലും ആയിക്കോട്ടെ. കച്ചവടമാണോ വലുത്? ചിലപ്പോൾ ആ കച്ചവടം നടക്കാത്തതുകൊണ്ടായിരിക്കും അള്ളാഹു തആല നമുക്കൊരു ദർജ വെച്ചിട്ടുണ്ടാവുക. ദ്വാരന്ന് അത് ദർജ ഒഴിവാക്കി. കാരണം അത് നടക്കുക, അല്ലെങ്കിൽ രോഗം, അല്ലെങ്കിൽ എന്തോ ഒരു നമുക്ക് പ്രയാസം എന്ന് തോന്നുന്ന ഒരു സംഭവത്തിലായിരിക്കും നമുക്ക് വിജയം. അത് ദ്വാരന്നിട്ട് എട്ടങ്കറാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവുക. മാറ്റിയോട് കൂടെ വിജയം പോയി. ഇവൻ ദ്വാരന്ന് പഠിച്ചവനെങ്കിൽ നന്നാവണം ദ്വാരന്നിട്ടാണ് ഇവൻ ഈ പ്രയാസം കൊടുത്തത്. ആ പ്രയാസത്തിലൂടെ നന്നാവാൻ, ആ പ്രയാസം ഇവനുള്ള ഒരു എൻട്രി പോയിന്റ് ആയിരുന്നു. ദ്വാരന്ന് എൻട്രി പോയിന്റ് ക്ലോസ് ചെയ്ത് അവിടെ അല്ലാഹു തആല എൻട്രി പോയിന്റ് അടച്ചു. പിന്നെ എങ്ങനെ ചങ്ങായി നന്നാവാ? ഇതൊന്ന് തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ്. നമ്മളൊരു ഉപരിപ്ലവമായ ഒരവസ്ഥയാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. അല്ലാഹു തആല ഒന്ന് കണ്ണ് എന്തൊക്കെ കാര്യങ്ങൾ
എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ എഫ്ഐമാരിൽ പറഞ്ഞ് എന്ത് രസം തരും കേൾക്കാൻ. അള്ളാഹു താല അർത്ഥം അറിഞ്ഞ് അതിൻ്റെ ആ ഒരു ഉത്സാരം, അർത്ഥം തന്നെ കേവല അർത്ഥമല്ല, ഉത്സാരം അറിഞ്ഞിട്ടതൊന്ന് മനസ്സിലാക്കിയിട്ട് ആനന്ദത്തോടെ ചൊല്ലി അതിൽ പറയുന്നത് നമ്മുടെ അനുഭവമാക്കി അള്ളാഹു താല മാറ്റി തരുമാറാവട്ടെ. അനുഭവം നിർബന്ധമാണ്, അല്ലെങ്കിൽ ഈമാൻ്റെ ഒരു സിയാദത്തിനെ അത് ബാധിക്കും. അനുഭവം നിർബന്ധമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോലും അവലാക്കിൽ യത്മഇന്ന ഖൽബി അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്. അത്രയും പ്രധാനപ്പെട്ടതാണ്. ഏതായാലും മഹാന്മാരെ കൊണ്ട് അള്ളാഹു താല നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. മഹാന്മാരെ കൊണ്ട് അള്ളാഹു താല നമുക്ക് മഹാന്മാരോട് പ്രേമം, ആ ഒരവസ്ഥ അള്ളാഹു നൽകുമാറാവട്ടെ. ദുനിയാവ് മഹാന്മാരെ കൊണ്ട് തേടി വാങ്ങിയിട്ട് ആ മഹാന്മാർ ഈ ദുനിയാവിൻ്റെ ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. ആ ദുനിയാവാണ് അവരെ കൊണ്ട് നമ്മൾ തേടുന്നത്. അസ്തഗ്ഫിറുല്ലാഹ്, തെറ്റാണെന്നല്ല, പക്ഷെ ആ മഹാന്മാരെ കിട്ടൂല, ഹബീബിനെ കിട്ടൂല സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിലേക്ക് എത്തുകയില്ല. കാലാകാല ദുനിയാവ് റസൂലുള്ളാഹ് ചത്ത ആടാണെന്ന് ഉപമിച്ച ആ ഒരു ദുനിയാവ് ഇങ്ങനെ അവരെ കൊണ്ട് തേടി 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 കാലാകാലം തീർക്കുക എന്നതല്ലാതെ അള്ളാഹുവിനെ തേടുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാതെ നമ്മുടെ തൊട്ടടുത്ത് നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, കണ്ണുകൊണ്ട് കാണാൻ കഴിയാതെ പടച്ചോൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. തൊട്ടടുത്ത് അള്ളാഹു ഉണ്ട്. അള്ളാഹ്ക്ക് സ്ഥലം വേണ്ട, കാരണം സ്ഥലം അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. സൃഷ്ടിയിലേക്ക് സൃഷ്ടാവിന് ഒരിക്കലും ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ രംഗം മനസ്സിലാവാതെ പോകുന്നത്. അപ്പോൾ റബ്ബിലേക്ക് ഒന്ന് തിരിഞ്ഞാൽ മതി. അള്ളാഹ് പറഞ്ഞ ഹദീസിലുണ്ടല്ലോ, നിങ്ങളൊരു ചാണ് വെച്ചാൽ ഞാൻ ഒരു മുഴം അടുത്ത് വരും, നിങ്ങളൊരു മുഴമാണ് വെച്ചെങ്കിൽ അതിനേക്കാൾ ദൂരം ഞാൻ വരും, നിങ്ങൾ നടന്നിട്ട് എന്നിലേക്ക് വന്ന് ഞാൻ ഓടി വരും. അള്ളാഹുവാണ് ഈ പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന മുഴുവനും അള്ളാഹു തന്ന കാര്യങ്ങളുമാണ്. ഏതായാലും റബ്ബിലേക്ക് അടുക്കണം. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാണ്.